ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോഴും അതുപോലെ പല ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴും പൊതുവേ നമ്മുടെ കോൺവെർസേഷനിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ നല്ല കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അവരും ചെയ്യാറുണ്ട്, ഞാനും അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ജനറലി ഞാൻ കണ്ടുവരുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ട്, അത് ടാക്കിൾ ചെയ്യുന്നു, ഞാനത് അതിനെക്കുറിച്ചല്ല പറയുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം, ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് നടക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാം, പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല ഈ പറഞ്ഞ ആൾക്ക്. ഓക്കെ, അതിന് തടസ്സം വരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല, തലയൊക്കെ പുകഞ്ഞിരിക്കുക, ആകെ ഒരു മൂടൽ, ഇങ്ങനൊരു അവസ്ഥ. പിന്നെ രണ്ടാമത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം, പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യമില്ല, അത് തന്നെ ഒരു പ്രശ്നമാണ്. എൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യം ഇല്ലാത്ത തന്നെ ഒരു പ്രശ്നം, ഒരു ബ്ലാങ്ക് ആയ ഒരു അവസ്ഥ, മുന്നോട്ടൊരു ഹോപ്പ് ഇല്ലാത്തൊരവസ്ഥ. ഇത് രണ്ടും പൊതുവെ ഞാൻ കേൾക്കാറുള്ളൊരു കാര്യമാണ്. ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനത്തെ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, അതിന് ശേഷമാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചു. ഇതിന് ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാവുന്നതാണ്. അതായത് ഈ പറഞ്ഞ സ്റ്റേറ്റിൽ നമ്മളിരിക്കുമ്പോൾ നമ്മളിതെല്ലാം ഇതിന്നൊരു ശ്രദ്ധ തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഡിസ്ട്രാക്ഷൻസ് അല്ല. നമുക്ക് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക, നമ്മളെന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാൻ നോക്കും, എന്നിട്ട് അതിൽ എൻഗേജ്ഡ് ആവാൻ നോക്കും. പക്ഷെ നമുക്ക് ഈ പ്രശ്നം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്ത് ചെയ്താലും അതൊരു ടെമ്പററി എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് ശ്രദ്ധ തിരിക്കുക ചില കാര്യങ്ങളിലേക്ക്. ആ കാര്യങ്ങൾ എന്താ ഞാൻ പറയാം, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പറയില്ലേ, ഒരു പ്രശ്നം വന്നാൽ നമ്മളതിൻ്റെ റൂട്ട് കോസിലേക്ക് പോയിട്ട് അത് സോൾവ് ചെയ്യുക എന്ന് പറയില്ലേ, അത് നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ മിടുക്കന്മാരായിട്ട് ആ റൂട്ട് കോസിലേക്ക് പോയിട്ട് നമ്മളത് സോൾവ് ചെയ്യും. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രശ്നം എപ്പോഴും വി ഫെയിൽ ടു ഡു ഇറ്റ്. നമ്മൾ ആ റൂട്ട് കോസിലേക്ക് എത്താൻ ഭയങ്കര പാടുപെടും. അതുകൊണ്ടാണ് ഞാൻ ബേസിക്സിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ ചില ബേസിക് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ശ്രദ്ധ തിരിക്കണം. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ എന്നൊക്കെ ബേസിക്സ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റ്. ഇപ്പോൾ ഡയറ്റ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഈ ക്ലീൻ ആക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ വെജിറ്റേറിയൻ കഴിക്കുക, നോൺ വെജ് അവോയ്ഡ്, ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഡയറ്റ് ക്ലീൻ ആക്കുക, ഡയറ്റ് ശ്രദ്ധിക്കുക, എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക, ചില വേണ്ട കാര്യങ്ങൾ എടുക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക, ഇത് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കണമെന്നൊന്ന് ശ്രദ്ധിക്കുക. ഗെറ്റ് ഇൻ ഷേപ്പ്. എന്ത് രീതിയും വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ഇൻ ഷേപ്പ്. അതൊരു കാര്യം. പിന്നെ നമ്മുടെ ഉറക്കം കിട്ടാൻ എങ്ങനെയൊക്കെ സമയം കണ്ടെത്താം അതിനൊക്കെ ശ്രമിക്കുക. പ്രോപ്പർ കുറച്ച് സമയം ഉറക്കം കിട്ടാൻ നോക്കുക. ഇത് മൂന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇതിനെ ഒന്ന് നമ്മൾ പറയില്ല, ഒരു മസാലയൊക്കെ ഇട്ടൊന്ന് പൊലിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ, നമ്മുടെ ഗ്രൂമിങ്, അതായത് ഹൗ ഡു വി ലുക്ക്, അതായത് നമ്മളെപ്പോഴും നീറ്റായിട്ട് നടക്കുക, ഇപ്പോൾ ഷേവൺ ആയിട്ട് നടക്കുക, ഷേവ് ചെയ്യുക, അതുപോലെ ഡ്രസ്സിങ്ങിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ. ഇതിലേക്ക് ശ്രദ്ധ ഒന്ന് തിരിച്ച്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ, അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് മൂഡില്ല, ക്ലാരിറ്റി ഇല്ല, ഒന്നും നടക്കുന്നില്ല, അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനി നോക്കണമെന്നല്ല. അങ്ങനെയല്ല. ഇതെല്ലാം മാറ്റി ഇതിലേക്ക് മാത്രം ഒന്ന് കുറച്ച് ദിവസം ശ്രദ്ധിക്കുക. അതായത് ഇതാണ് എൻ്റെ മെയിൻ, അതായത് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാനും നല്ല ഉറക്കമുറങ്ങാനും അതുപോലെ എൻ്റെ ശരീരം നോക്കാനും ആണ് ഞാൻ ജീവിക്കണമെന്നുള്ള രീതിയിൽ കുറച്ച് ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്ത് നോക്കിയേ. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യാൻ പോണ കാര്യം, പലർക്കും പലതും ഫീൽ ചെയ്യും, പക്ഷെ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മൈൻഡിൻ്റെ
ആ ഒരു ക്ലാരിറ്റി കിട്ടി തുടങ്ങും മൈൻഡിന്. ഇത്തിരി ഒരു ക്ലിയർ ആയി തുടങ്ങും. ഓക്കെ, കുറച്ച് ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി തുടങ്ങും. നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി ഈ പറഞ്ഞ കാര്യം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. കാരണം നിങ്ങൾക്ക് നല്ല ഫീലിംഗ് കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യം കണ്ടിന്യൂ ചെയ്യല്ലേ ചെയ്യുക. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഇരിക്കട്ടെ. മൈൻഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഗോ ബാക്ക് ടു ദാറ്റ് തിങ്. അതായത് നിങ്ങൾ എന്താണോ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഏതോ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നാത്ത കാര്യം, അതൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് അതിന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ബേസിക്കലി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ പേർപ്പസ് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മൈൻഡ് ക്ലിയർ ആണ് കുറച്ചും കൂടി. ഓക്കെ, ജസ്റ്റ് ട്രൈ ദിസ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഗോയിങ് ബാക്ക് ടു ബേസിക്സ്. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ തിരിച്ച് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും അല്ല എപ്പോഴും നമ്മുടെ ഫൗണ്ടേഷനിലാണ് നമുക്ക് ശ്രദ്ധ ഇല്ലാത്തത്. എന്നാൽ നമ്മളെന്നും അതിൽ കുറച്ച് എന്താ പറയുക, അതിനെ കണക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷെ നമുക്കത് ഇൻവോളണ്ടറി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് കോൺഷ്യസ്ലി ഈ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലാരിറ്റി എന്ന് പറയുന്ന കാര്യം മൈൻഡിന് വരും. ആ ക്ലാരിറ്റി ഉള്ള മൈൻഡ് കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട്സ് ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. എനിക്കതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഐ പേഴ്സണലി ഹാവ് ട്രൈഡ് ഇറ്റ്. ഐ എം സ്റ്റിൽ ഡൂയിങ് ഇറ്റ്. എനിക്കതുകൊണ്ട് നല്ലൊരു ഗുണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയതാണ്. താങ്ക് യു. സീ യു.